ഹലോ, ഫ്രൈഡേ ഫ്ലെയിമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു മട്ടൺ പെരളനാണ്. ഇതിലേക്ക് ഞാൻ 1 കിലോ മട്ടനാണ് എടുത്തിരിക്കുന്നത്. കൂടെ വേണ്ടത് ഒരു 2 മീഡിയം സൈസാണെങ്കിൽ 1.5 സവാള, കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇനി ചെറിയ ഉള്ളി മാത്രമായിട്ട് ഉപയോഗിക്കണമെങ്കിൽ അതും ചെയ്യാം. കൂടുതൽ എടുത്തിരിക്കുന്നത് പച്ചമുളകാണ്. കാന്താരി മുളക് ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. കാന്താരി മുളക് ഇവിടെ കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് എടുത്തത്. പച്ചമുളക് നല്ല എരിയുള്ള മുളകാണ്. പിന്നെ വേണ്ടത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് ചതച്ചെടുത്തത്. പിന്നെ വെളുത്തുള്ളി മാത്രമായിട്ട് ഒരു 5-6 അല്ലി ചതച്ച് മാറ്റി വെക്കണം. പിന്നെ കുറച്ച് മല്ലിയിലയാണ് ആവശ്യം. ഇനി ഈ പച്ചമുളകും മല്ലിയിലയും കൂടെ തൈര് 2 സ്പൂൺ തൈരും കൂടെ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഇനി കുറച്ച് പച്ചമുളകും പെരിഞ്ചീരകവും കുരുമുളകും കൂടി നന്നായിട്ട് പൊടിച്ച് വെക്കുക. ഇനി നമുക്ക് മട്ടന് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ പേസ്റ്റ് മട്ടനിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയിൽ കുറച്ച് സവാള അതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നീട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് തിരുമ്മി വയ്ക്കുക. കൈ കൊണ്ട് മിക്സ് ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത്. എരിവുള്ള കാന്താരി മുളകോ പച്ചമുളകോ ഒക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തെടുത്താലും മതി. ഇനി അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് ഇട്ട് കൊടുക്കുക. അതിട്ട് തിരുമ്മി വയ്ക്കുക. അതിന് ശേഷം വീണ്ടും നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലയില്ലേ, ആ മസാലയും കൂടെ ചേർത്ത് അതിലെ ഫുള്ളല്ല കുറച്ചെടുത്ത് ചേർത്ത് ഒന്നുകൂടെ തിരുമ്മി മാറ്റി വയ്ക്കുക. ഇനി ഈ മട്ടൻ കുക്കറിലിട്ട് കുറച്ച് ഒരു 1/2 ഗ്ലാസ് വെള്ളം അത്രയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇനി സ്റ്റൗ ഓൺ ചെയ്ത് ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് ചൂടാകുമ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ചൂടാക്കി എടുക്കുക. വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ഓയിൽ ചൂടായിട്ട് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് 2-3 കഷ്ണം കറുകപ്പട്ട, പിന്നെ ഒരു ബേ ലീഫ്, ഒരു 3-4 ഗ്രാമ്പു, പിന്നെ ഒരു 4-5 ഏലയ്ക്ക എന്നിവ ഇട്ട് കൊടുത്ത് മൂപ്പിച്ചെടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി കൂടി അതിലേക്ക് ആഡ് ചെയ്യുക. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടി ചേർത്ത് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ ചെറിയ ഉള്ളി കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ബ്രൗൺ കളർ ആവണം അങ്ങനെയൊന്നുമില്ല. ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഇളക്കി കൊടുക്കുക. പിന്നീട് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള മസാലയില്ലേ അത് ചേർത്ത് കൊടുക്കുക. മസാലപ്പൊടികൾ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോഴേക്കും നല്ലൊരു സ്മെല്ലൊക്കെ വരും. മൂപ്പിച്ചതിന് ശേഷം നമുക്കതിലേക്ക് വേവിച്ച് വച്ചിരിക്കുന്ന മട്ടൻ വെള്ളത്തോടു കൂടി തന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. മസാലയൊക്കെ നന്നായിട്ട് പിടിക്കത്തക്ക രീതിയിൽ ആ മട്ടൻ നന്നായിട്ട് ഇളക്കി കൊടുക്കണം.
അതിനുശേഷം ഒരു മൂടി വെച്ച് ഒരു 5 മിനിറ്റ് നമുക്ക് അടച്ച് വെക്കാം. ഇനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ മട്ടൻ്റെ ഗ്രേവി ഉണ്ടല്ലോ, അത് നന്നായിട്ട് തിക്കായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിലുള്ള ഒരു ടിപ്പാണ് ചെയ്യുന്നത്. ഒരു പാൻ ചൂടാക്കി എടുക്കുക. അതിലോട്ട് മല്ലിപ്പൊടി, അതായത് ഒരു 1.5 ടീസ്പൂൺ വരെ മല്ലിപ്പൊടി നമുക്ക് ഇടാം. അതിനുശേഷം 1 സ്പൂണ് കടലമാവ്, പിന്നീട് ഗരം മസാല, പിന്നെ നമുക്ക് ഒരു 4-5 കാഷ്യൂനട്ട്. ഈ കാഷ്യൂനട്ട് യൂസ് ചെയ്യാൻ വയ്യ എന്നുള്ളവർക്ക് ഈ 1 സ്പൂൺ കടലമാവ് എന്ന് പറയുന്നത് ഒരു 1.5-2 സ്പൂണൊക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് മൂപ്പിച്ച് അരച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല തിക്കായിട്ട് നമുക്ക് ഇതിൻ്റെ ഗ്രേവി വരും. അതിൻ്റെ ടേസ്റ്റ് ഒന്നും വ്യത്യാസം വരില്ല, കാരണം കടലമാവിൻ്റെ ടേസ്റ്റ് ഒന്നും അതിലേക്ക് അറിയില്ല. ഈ അരച്ചെടുത്ത പേസ്റ്റ് ഇനി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോഴേക്കും നമ്മുടെ ഈ ഗ്രേവിയൊക്കെ ഉണ്ടല്ലോ നല്ല തിക്കായിട്ട് വരും. ഇതിൽ നമ്മൾ മുളക് പൊടി ചേർക്കുന്നതേ ഇല്ല. അതിന് പകരമാണ് ഈ കാന്താരി മുളകോ പച്ചമുളകോ ആണ് ചേർത്ത് കൊടുക്കുന്നത്. കാന്താരി മുളകാണെങ്കിലാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് വരുന്നത്. പച്ചമുളക് എടുക്കുന്നതിൽ എരി കുറവാണെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ധാരാളമായിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിൽ ഗ്രേവിയൊക്കെ ഇല്ലേ നന്നായിട്ട് വറ്റി അതിലേക്ക് നല്ല തിക്ക് ഗ്രേവി ആയിട്ട്, അതായത് പെരളനായിട്ട് വരണമെങ്കിൽ ഫുള്ള് ഗ്രേവി നന്നായിട്ട് വറ്റിച്ചെടുക്കണം. ഇത് നല്ല ചൂടോടുകൂടി കഴിക്കുന്നതാണ് നല്ല ടേസ്റ്റ്. ചപ്പാത്തിക്കും പെറോട്ടയ്ക്കും പിന്നെ ഗീ റൈസ് അങ്ങനെയുള്ളതിനെല്ലാം സൂപ്പർ ടേസ്റ്റുള്ളൊരു മട്ടൻ പെരളനാണ്. എല്ലാവരും ഒരു തവണ ട്രൈ ചെയ്ത് നോക്കണേ.